ഒരു പനീർ ബട്ടർ മസാല നോക്കിയാലോ? നല്ല ക്രീമിയും ബട്ടറി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും കാഷ്യൂനട്ടും കൂടെ സോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് തണുക്കുമ്പം അരച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കണം. പാനിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ബട്ടറെല്ലാം ഒന്ന് സോട്ട് ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സും കൂടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കിയാലോ? ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ബട്ടറിലിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, കാഷ്യൂ പേസ്റ്റും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി ബട്ടറൊക്കെ തെളിഞ്ഞു വരുമ്പം ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കസൂരി മേത്തിയും കൂടെ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ യോജിപ്പിച്ച് ക്രീമും ഗ്രേവിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നല്ലതുപോലെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. പനീർ ബട്ടർ മസാല റെഡി. ചപ്പാത്തി, റൊട്ടി, നാൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷൻ.